കേന്ദ്രത്തിന് അനക്കമില്ല, ധനസഹായം ലഭിച്ചില്ല. പുലിക്കളി സംഘങ്ങൾ പ്രക്ഷോഭത്തിലേക്ക്. കഴിഞ്ഞ വർഷത്തെ പുലിക്കളി മഹോത്സവത്തിന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ലഭ്യമാക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് പുലിക്കളി സംഘങ്ങളുടെ സംയുക്ത യോഗം ആവശ്യപ്പെട്ടു. സർക്കാർ ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും സമർപ്പിച്ചതിനു ശേഷം മാസങ്ങളായിട്ടും യാതൊരു മറുപടിയും ലഭിക്കാത്ത സാഹചര്യത്തിൽ വിഷയത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടിയന്തര ഇടപെടൽ നടത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ പുലിക്കളിയുടെ തലേദിവസം മാധ്യമങ്ങളിലൂടെയാണ് കേന്ദ്ര സർക്കാർ ടൂറിസം വകുപ്പ് പുലിക്കളി സംഘങ്ങൾക്ക് 3 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ച വിവരം അറിഞ്ഞത്. കഴിഞ്ഞ 2 വർഷമായി സൗത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെ ഡയറക്ടറായ തൃശൂർ സ്വദേശി ഡോക്ടർ ഗോപാലകൃഷ്ണൻ മുൻകൈയെടുത്ത് 1 ലക്ഷം രൂപ വീതം അനുവദിച്ചിരുന്നു. അതുപോലെ തന്നെ തൃശൂരിന്റെ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി മുൻകൈയെടുത്ത് അനുവദിച്ച കേന്ദ്ര സഹായം പുലിക്കളി സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായിരുന്നു. ഈ സന്തോഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പുലിക്കളി സംഘങ്ങൾ നേരിൽ അറിയിക്കുകയും പ്രത്യേക ചടങ്ങിൽ അനുമോദിക്കുകയും ചെയ്തിരുന്നു. പുലിക്കളിയെ തുടർന്ന് ഈ 2 ധനസഹായങ്ങളും ലഭ്യമാക്കുന്നതിനായി DTPC ആവശ്യപ്പെട്ടതനുസരിച്ച് വേണ്ടതായ മുഴുവൻ രേഖകളും സമർപ്പിക്കുകയും സൗത്ത് സോൺ കൾച്ചറൽ സെന്റർ അനുവദിച്ച ധനസഹായം പുലിക്കളി സംഘങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. പല സംഘങ്ങളും കടുത്ത സാമ്പത്തിക ബാധ്യതകളിലായതിനാൽ പുലിക്കളി സംഘങ്ങളുടേതല്ലാത്ത സാങ്കേതിക കാരണങ്ങൾ ഒഴിവാക്കി എത്രയും പെട്ടെന്ന് ധനസഹായം അനുവദിക്കണമെന്ന് പുലിക്കളി കൂട്ടായ്മ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും കലക്ടർക്കും നിവേദനം നൽകാനും യോഗം തീരുമാനിച്ചു. അനുകൂലമായ തീരുമാനങ്ങളില്ലെങ്കിൽ പ്രത്യക്ഷ സമര പരിപാടികളിലേക്ക് നീങ്ങാനാണ് പുലിക്കളി സംഘങ്ങളുടെ തീരുമാനം. ആദ്യഘട്ടമായി ജൂലൈ ആദ്യവാരം DTPC ഓഫീസിലേക്ക് ഒറ്റപ്പുലി പ്രതിഷേധം നടത്തും. സംയുക്ത യോഗത്തിൽ സീതാറമ്മിൽ ദേശം, അയ്യന്തോൾ ശങ്കരൻകുളങ്ങര ദേശം, ചക്കാമുക്ക് ദേശം, കുട്ടൻകുളങ്ങര ദേശം, പാട്ടുറയ്ക്കൽ ദേശം, കലാ കായിക സാംസ്കാരിക സമിതി, യുവജന സംഘം വിയൂർ, കാനാട്ടുകര ദേശം, ഒളരിക്കര ദേശം, വെളിയന്നൂർ ദേശം പുലിക്കളി സംഘങ്ങളുടെ ഭാരവാഹികൾ പങ്കെടുത്തു.